കാലാനുസൃതമായി ഒരു ശമ്പളമൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ ശമ്പളം കൂട്ടാനുള്ള ഒരു സമയമല്ല. ഇവർ നാട്ടിൽ ഇലക്ഷനോടനുബന്ധിച്ച് ഇവർ നാട്ടിൽ പോവുകയും ആ പോയ സമയത്ത് ഇവിടെ തൊഴിലാളികളെ കിട്ടാത്ത ഒരു ക്ഷാമം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്ത് അവർ പറഞ്ഞ ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. ഏറ്റെടുത്ത പണി പൂർത്തീകരിക്കേണ്ട എമർജൻസി കേസുകളൊക്കെ ആയതുകൊണ്ട് പലരെയും അവർ പറഞ്ഞ ശമ്പളം വാങ്ങി അവർ ഇലക്ഷന് പോയ ആളുകൾ വരുന്നത് വരെ നമ്മളത് ചെയ്യിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അവർ നിർബന്ധപൂർവ്വം ഇപ്പോൾ വാങ്ങുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. 700 രൂപ സ്ത്രീകൾക്കും 800 രൂപ പുരുഷന്മാർക്കുമായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. ആ കൊടുത്തിരുന്ന ശമ്പളം ഇവർ നാട്ടിലേക്ക് പോയി ഇവിടെ ആളുകൾ കുറവായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരത് ആ സമയം നോക്കി നമ്മൾ 900, 1000 പിന്നെ ഇങ്ങനെ കൂട്ടി ഓരോ വീടും ആളുകൾക്ക് അനുസരിച്ച് വാങ്ങുകയുണ്ടായത്. ഇവിടെ വന്നതിന് ശേഷം നമ്മളവർ കൃത്യമായി അവരോട് ഇടപെടുകയും ഈ ഏകോപന സമിതി രൂപീകരിച്ചതിന് ശേഷം നമ്മളവിടെ ബസ് സ്റ്റാൻഡിൽ ചെന്ന് പറഞ്ഞു, ഇതാണ് രീതി, ഇതാണ് ശമ്പളം, ഇതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സാഹചര്യത്തിൽ കൂട്ടാനും കഴിയില്ല. ഇത് ലേബർ ഓഫീസർ നിശ്ചയിച്ച തുക 800 രൂപ ഹെൽപ്പർക്കാണ്. ആ ഹെൽപ്പറുടെ 800 രൂപ എന്നുള്ളത് അവരുടെ അടിസ്ഥാന വേതനമാണ്. അത് ഫുഡ് അതുപോലെ അവരുടെ യാത്രാ ചെലവ് ഒക്കെ ഉൾപ്പെടെ 800 രൂപയിൽ ഉൾപ്പെടാം എന്നാണ്. നമ്മൾ 900 രൂപ കൊടുക്കുക എന്നത് ആ 900 രൂപയുടെ പുറമെ ആ 900 രൂപ അവരുടെ കയ്യിൽ നിർബന്ധമായി കിട്ടും. അവരുടെ ഭക്ഷണം നമ്മൾ കൊടുക്കും, അവരുടെ യാത്രാ ചെലവ് കൊടുക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ 900-ന് പുറമെ അവർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സ് അവർക്ക് 1150 രൂപയും അവരുടെ അടിസ്ഥാന വേതനമായിട്ടും അതുപോലെ അവർക്ക് ചെലവ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള വേറൊരു പ്രശ്നം എന്താ വെച്ചാൽ 900 രൂപക്ക് പണിക്ക് വരാൻ തയ്യാറായിട്ടുള്ള കൂലിക്കാരവിടെ ഉണ്ട്. പണിക്കാർ 900 രൂപക്ക് വരാൻ തയ്യാറായിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ഇടനിലക്കാരായി നിൽക്കുന്ന ഏജന്റുമാരാണ് പട്ടാമ്പിയിലെ ബസ് സ്റ്റാൻഡിൽ ഇപ്പോൾ തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നത്തിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി. ഇന്ന് ഞങ്ങൾ ഏകോപന സമിതി പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ചെന്ന് 900 രൂപക്ക് വരാമെന്ന് പറഞ്ഞ ആളുകൾ പോരാൻ തയ്യാറായി നിൽക്കുമ്പോൾ അതിൽ 7 മണി സമയത്ത് ഈ പറഞ്ഞ ഒരു വ്യക്തി അദ്ദേഹമാണ് ഇവിടെ അദ്ദേഹം അടിച്ചു എന്നൊക്കെ പറയുന്നത്. അവർ വന്നതിന് ശേഷം അവിടുത്തെ ജോലിക്കാരെ തടഞ്ഞ് 1000 കിട്ടാതെ പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് നിർത്തുക ചെയ്ത്. അവിടെ ഒരു ചെറിയ തരത്തിലുള്ള അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ പട്ടാമ്പി പോലീസ് വന്നു. അതുപോലെ ബന്ധപ്പെട്ട് ഞങ്ങൾ ആദ്യ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ തൊഴിലാളികളുമായി ഒരു സംസാരം ഉണ്ടാവരുത്. 900 രൂപക്ക് പോരാൻ തയ്യാറുള്ള തൊഴിലാളികളെ നമ്മൾ ഓരോ കരാറുകാർ കൊണ്ടുപോവുക, നാട്ടുകാർ കൊണ്ടുപോവുക. 900-ന് മുകളിൽ ശമ്പളം വാങ്ങുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ വിളിക്കാതിരിക്കുക. ആ രീതിയിലേക്ക് 900-ന് മുകളിൽ ശമ്പളം പറഞ്ഞ ആളുകളെ നമ്മൾ വിളിക്കാതിരുന്നപ്പോഴാണ് അവിടെ ചെറിയ അസ്വാരസ്യങ്ങൾക്കുണ്ടായി. ഞങ്ങൾ പോന്നു, കുറേ ആൾക്കാർ പണിക്ക് പോകാതിരുന്നു. അതാണ് അവിടെ പിന്നീട് സംഭവിച്ചത്. ഈ ഇലക്ഷന് മുമ്പേ 900 രൂപയും ബസ് ഫെയറും അവർക്ക് ചിലവും കൊടുത്തിരുന്നു. ഇലക്ഷൻ കഴിഞ്ഞ് അന്യ സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തിയപ്പോൾ അവർ 1200, 1300, 1400 ഒക്കെ ഞങ്ങളോട് വേതനം ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് ഞങ്ങളിങ്ങനെ ഒരാഴ്ച നോക്കിയപ്പോൾ ഇത് ഇങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്നുള്ള നിലക്കാണ് ഗവൺമെൻറ് കോൺട്രാക്ടേഴ്സും പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സും ഒരുമിച്ച് ഞങ്ങളിങ്ങനൊരു സമിതി രൂപീകരിക്കുകയും ഇന്ന കൂലി കൊടുത്താൽ മതിയെന്ന്, പഴയ കൂലി തന്നെ കൊടുത്താൽ മതിയെന്ന് നിശ്ചയിക്കുകയും ആ രീതിയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അപ്പോൾ ഇന്നലത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2-3 ദിവസമായിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ രാവിലെ നേരത്തെ എത്താറുണ്ട്. ഈ കൂലിക്കാണെങ്കിൽ മാത്രം കോൺട്രാക്ടേഴ്സ് ആളുകളെ വിളിച്ചാൽ മതിയെന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്. പക്ഷേ സ്ത്രീകളെ ഉപയോഗിച്ച് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കോൺട്രാക്ടേഴ്സിനെ നേരിടുന്ന ഒരു അവസ്ഥയാണ് ഇന്നലെ ഉണ്ടായത്. പക്ഷേ വാർത്തകൾ നേരെ തിരിച്ചും വന്നു. അവരാണ് പട്ടാമ്പിയിൽ വളരെ പ്രകോപനം സൃഷ്ടിച്ച് ബസ് തടയുകയും അതേമാതിരി പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ഉണ്ടായത്. പക്ഷെ ഞങ്ങളതിൽ നിരപരാധിയാണ്. അപ്പോൾ ഞങ്ങൾ പൊതുജനങ്ങളോട് പറയാനുള്ളത്, ഞങ്ങൾ കോൺട്രാക്ടേഴ്സിന് പുറമെ നിങ്ങളും പട്ടാമ്പി പരിസരത്ത് വന്ന് ഈ ജോലിക്കാരെ വിളിക്കുമ്പോൾ ഹെൽപ്പേഴ്സിന് 900 രൂപയിൽ കൂടുതൽ, 900 ചിലവും അതിൽ കൂടുതൽ 1 രൂപ പോലും അധികം കൊടുക്കരുതെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പൊതുജനങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു.
അത്യാധുനിക സാങ്കേതിക വിദ്യയും പ്രതീക്ഷയും വലിയ സ്വപ്നങ്ങളെ സാധ്യമാക്കും. ഞങ്ങൾ കൂടെയുണ്ട് നിങ്ങളുടെ കുഞ്ഞു വലിയ സ്വപ്നത്തിനായി.